السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസീൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 155 വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, കപടവിശ്വാസികൾ അവരുടേതായ ഐഡിയകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിൽ കടന്നുകൂടിയ കരടുകളാണ്. അവർക്ക് ഒരവസരമുണ്ട് ചെയ്തു പോയ തെറ്റുകൾ തിരുത്തുവാനും ജീവിതം നന്നാക്കുവാനുമുള്ള അവസരം. എന്നാൽ അവരുടെ അജണ്ടകളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ പറഞ്ഞ പല കാര്യങ്ങളിൽ ഒന്ന്, ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നു എങ്കിൽ ഈ ഉഹദ് യുദ്ധത്തിൽ ഇത്രയും ആളുകളെ കൊലയ്ക്ക് കൊടുക്കേണ്ടി വരും. വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. അതിൻ്റെ മറുപടി എന്ന നിലയിൽ പ്രസ്തുത വചനത്തിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, വെന്നെവർ ഡെത്ത് ഹാസ് ബീൻ റിട്ടൺ ഡൗൺ, മരണം കുറിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഫോർ സമ്മൺ, ഒരാൾക്ക്. ഇപ്പോൾ ലോകത്ത് കോടാനുകോടി മനുഷ്യരുണ്ട്. എല്ലാവർക്കും സൃഷ്ടാവായ അല്ലാഹു മരണം വിധിച്ചിരിക്കുകയാണ്. അത് എപ്പോഴാണ് എവിടെ വെച്ചാണ് സംഭവിക്കുക എന്നത് സംബന്ധമായി ഒരാൾക്കും ഒരറിവും അവൻ നൽകിയിട്ടുമില്ല. അപ്പോൾ ഒരാൾക്ക് അല്ലാഹു തആല മരണം വിധിച്ചു കഴിഞ്ഞാൽ, ദെൻ നോ സർക്കംസ്റ്റാൻസ്, ഒരു സാഹചര്യത്തിലും എക്സെപ്റ്റ് ദ ഹാൻഡ് ഓഫ് അല്ലാഹ് ഹിംസെൽഫ്, അല്ലാഹു തആല സ്വയം അതിനൊരു മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചാൽ അല്ലാതെ മറ്റൊരു സാഹചര്യത്തിലും ക്യാൻ പ്രിവെൻറ്റ് ഇറ്റ്, ഇതിനെ തടയാൻ പറ്റില്ല. ഇതാ സത്യ നിഷേധികളായ കപടവിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ രണാങ്കണത്തിൽ മരണപ്പെട്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇനി അവർ വീട്ടിലിരുന്നാലും അവരാകാശത്ത് കയറിപ്പോയാലും എവിടെ ഇരുന്നാലും അവൻ വിധിക്കപ്പെട്ട സമയത്ത് അതിനെ മാറ്റം വരുത്താൻ അവൻ ഉദ്ദേശിക്കാത്തിടത്തോളം കാലം അത് സംഭവിച്ചിരിക്കും എന്ന യാഥാർത്ഥ്യം കപടവിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല. തസ് ഈവൻ ഇഫ് ദ ഹിപ്പോക്രൈറ്റ്സ് വെയർ റൈറ്റ്, ഈ കപടവിശ്വാസികൾ പറയുന്നത് ശരിയാണെങ്കിൽ നെയിം, ബട്ട് ദോസ് ഹു ഹാഡ് ഡൈഡ് വുഡ് ഹാവ് എൻകൗണ്ടേർഡ് ഡെത്ത്സ്. എന്താ കപടവിശ്വാസികൾ പറഞ്ഞത്? ഇവിടെ യുദ്ധത്തിന് ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ആരും മരിക്കത്തില്ലായിരുന്നു എന്നാണ്. അതിന് മറുപടിയായിട്ട് പറയുന്നത്, അവർ ഇതിൽ പങ്കെടുക്കാതെ അവർ വീട്ടിലായിരിക്കുന്നെന്നിരിക്കട്ടെ, ഈ ദസ് ഈവൻ ഇഫ് ദ ഹിപ്പോക്രൈറ്റ്സ് വെയർ റൈറ്റ്, അവർ പറയുന്ന വാദമുഖങ്ങൾ ശരിയാണെന്ന് വയ്ക്കട്ടെ,
ബട്ട് ദോസ് ഹു ഹാഡ് ഡൈഡ്, ഈ മരണപ്പെട്ടു പോയല്ലോ കുറച്ച് ആളുകൾ യുദ്ധക്കളത്തിൽ, വുഡ് ഹാവ് എൻകൗണ്ടേർഡ് ഡെത്ത്സ്, അവർ മരണത്തെ അഭിമുഖീകരിക്കുമായിരുന്നു, ഈവൻ ഇഫ് ദേ ഹാഡ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് വില്ലിംഗ്ലി ഇൻ ദ ബാറ്റിൽ. ഈ യുദ്ധത്തിൽ അവരുടെ ഇഷ്ടപ്രകാരം വന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇനി അവർ അത് അവരുടെ വീടുകളിൽ ഇരിക്കുകയാണെങ്കിൽ പോലും അത് സംഭവിക്കുമായിരുന്നു, അല്ലാഹു തആല ആ മരണം അവർക്കായി വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഈ കാര്യമാണ് ഈ കപടവിശ്വാസികൾക്ക് മനസ്സിലാകാത്തത്. ദ ബാറ്റിൽ വാസ് മെർലി എ ട്രയൽ ഫ്രം അല്ലാഹ്. ഈ യുദ്ധം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണം മാത്രമായിരുന്നു. എ ഷോ ഓഫ് ബ്രേവറി ആൻഡ് ഒബീഡിയൻസ് ടു ദ കമാൻഡ്സ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിനും അവരുടെ ധൈര്യം പ്രകടിപ്പിക്കുന്നതിനുമുള്ള ഒരു അവസരമായിരുന്നു യുദ്ധം. അതെങ്ങനെയുണ്ട് എന്ന് പരീക്ഷിക്കാനാണ് അല്ലാഹു തആല ഈ യുദ്ധത്തിന് അനുമതി കൊടുത്തത്. ആൻഡ് അല്ലാഹ് യൂസ്ഡ് ദ ബിലീവേഴ്സ് ആസ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതിനായി അല്ലാഹു തആല വിശ്വാസികളായ ആളുകളെ ഉപകരണങ്ങളാക്കി എടുക്കുകയായിരുന്നു, അവരെ വെറും ഉപകരണങ്ങളാക്കുകയായിരുന്നു. ടു കൗണ്ടർ അറ്റാക്ക് ദെയർ എനിമീസ്, അവരുടെ ശത്രുക്കൾക്ക് എതിരെ പ്രത്യാക്രമണം നടത്തുന്നതിനുള്ള ഉപകരണങ്ങളാക്കിയായിരുന്നു. ആൻഡ് ഹാഡ് ആൾ ഓഫ് ദം, അങ്ങനെ അവരെല്ലാവരും ആസ് എ ട്രൂ ഒബീഡിയൻ ബോഡി, ആൻഡ് ഹാഡ് ആൾ ഓഫ് ദം, അവരെല്ലാവരും ആകേണ്ടതായിരുന്നു ആസ് എ ട്രൂ ഒബീഡിയൻ ബോഡി, അനുസരണയുള്ള ഒരു സംഘമായിട്ട്. ബീൻ ഫൈറ്റിംഗ് ദ എനിമി, ശത്രുവിനോട് പോരാടേണ്ടതായിരുന്നു. ലൈക്ക് ദേ ഷുഡ് ഹാവ്, അവർ ചെയ്യേണ്ടത് അങ്ങനെയായിരുന്നു. ദെൻ ഡെഫിനറ്റ്ലി ദേ വുഡ് ഹാവ് ബീൻ ട്രയംഫന്റ്. അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ വിജയശ്രീലാളിതരാകുമായിരുന്നു. അപ്പോൾ അനുസരണയുള്ള ധൈര്യവാന്മാരായ ഒരു ബോഡിയായി നിലകൊള്ളുന്നതിന് പകരം അഭിപ്രായ വ്യത്യാസങ്ങളും തങ്ങളുടെ ശരീര ഇച്ഛകൾ പറയുന്നതും പ്രേരിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ശക്തിയെ ചോർത്തിക്കളഞ്ഞു, വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിൻ്റെ പരിണിത ഫലമായിട്ട് അവർക്ക് പരാജയം വന്നു. എന്നാൽ അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച്, അവൻ്റെ പ്രവാചകൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഇവർ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ദേ വുഡ് ഹാവ് ബീൻ ട്രയംഫന്റ്, അവർ വിജയശ്രീലാളിതരാകും. ഇതുപോലെ അള്ളാഹ് ഒരു മുഹീദ്ദീൻ ഷെയ്ഖിനെ വിട്ട് നമുക്ക് 2010 മുതൽ വിവരങ്ങളൊക്കെ കിട്ടി. 10-15 കൊല്ലമായി. നമ്മൾ എന്ത് വിജയം നേടി എന്ന് ചോദിക്കുമ്പോൾ അണ്ടർലൈൻ ഇട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഖുർആനിക വചനങ്ങൾ, ഇതൊന്നും നമ്മൾ വേണ്ടതുപോലെ വായിക്കുവാനോ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പരാജയങ്ങളും ജീവിതത്തിലെ പോരായ്മകളും വാങ്ങേണ്ടി വരുന്നു, വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ്. അപ്പോൾ ബട്ട് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്, എന്നാൽ അവസാന സമയം, ദേ ഡിഡ് നോട്ട് ലിവ് അപ്പ് ടു ദ എക്സ്പെക്ടേഷൻസ് ഓഫ് അല്ലാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്. യുദ്ധത്തിൽ പങ്കെടുത്തവരെല്ലാവരും, പക്ഷേ പങ്കെടുത്തവർ അവസാന നിമിഷം വരെ അവർ അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും പ്രതീക്ഷകൾക്ക് അനുസൃതമായി അവർ പ്രവർത്തിച്ചില്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ 15 കൊല്ലമായിട്ടും അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും പ്രതീക്ഷകൾക്കനുസൃതമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പണ്ട് നടന്ന ചരിത്രവും സംഭവവും യുദ്ധവും നമ്മൾ രാക്കഥ പോലെ പറഞ്ഞു കേട്ട് പുസ്തകം മടക്കി വയ്ക്കുന്ന പോലല്ല. നമ്മൾ ഇന്നത്തെ ജീവിതം, ഇന്ന് നമ്മൾ വിശ്വാസിയായിട്ട് ജീവിക്കുന്നുവോ അതോ കപടവേഷം ധരിച്ചവരായിട്ടാണോ ജീവിക്കുന്നത് എന്ന് ഇന്ന് നാം ഓരോരുത്തരും തീരുമാനിക്കണം.
ഞാൻ ഏത് പക്ഷത്താണ്, എവിടെയാണെന്ന്. അപ്പം എന്താണ്? ദേ ഡിഡ് നോട്ട് ലീവ് അപ് ടു ദ എക്സ്പെക്ടേഷൻസ് ഓഫ് അല്ലാ ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്. അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും പ്രതീക്ഷകൾക്കനുസൃതമായി അവർ ഉയർന്നു വന്നില്ല, അവർ ജീവിച്ചില്ല. ആൻഡ് റിജോയ്സ്ഡ് ബിഫോർ ദ അൾട്ടിമേറ്റ് വിക്ടറി. പരമമായ വിജയം എത്തിച്ചേരുന്നതിന് മുമ്പ് അവർ ആനന്ദിക്കുകയാണ് ചെയ്തത്. ഞങ്ങളൊക്കെ കൊള്ളാം ആളുകളാന്ന് പറഞ്ഞ് ആ വിജയം എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ആനന്ദ തുന്തിലരാകുകയാണ്. തസ് ഡസ് അല്ലാഹ് ട്രൈസ് ഹിസ് സെർവൻസ്. അങ്ങനെ അല്ലാഹു തആല അവൻ്റെ ദാസന്മാരെ പരീക്ഷിക്കുന്നു. സോ ദാറ്റ് ദ ഹിപ്പോക്രൈറ്റ്സ്, അതുകൊണ്ട് ഈ കപടവിശ്വാസികൾ മേ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദ ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ വൺസ്. സത്യവാന്മാരായ നിഷ്കളങ്കരായ അവൻ്റെ ദാസന്മാർ ആരാണ്, കപടവിശ്വാസികൾ ആരാണ് എന്ന് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ, വേർതിരിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല സ്വീകരിക്കുന്ന നടപടികളാണ്. ആൻഡ് ഇത് എല്ലാ കാലത്തും എന്നും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. സത്യവിശ്വാസി ആരാണ്, കപടവിശ്വാസി ആരാണ് എന്നുള്ള പ്രക്രിയ തിരിച്ചറിയുന്നതിന് വേണ്ടി അല്ലാഹു തആല ദിവസവും രാവും പകലും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണത്തിലൊക്കെ നമ്മൾ വിജയിക്കുന്നു, പരാജയപ്പെടുന്നു, എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തുന്നതിനായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ തന്നിരിക്കുകയാണ്. ആൻഡ് ഇൻഡീഡ് അല്ലാഹ് ഷാൽ ആൾവേസ് ഹെൽപ്പ് ഹിസ് പ്രോഫറ്റ് ആൻഡ് ഹിസ് സിൻസിയർ ഡിസൈപ്പിൾസ്. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അല്ലാഹു തആല അവൻ്റെ ദൂതനെയും നിഷ്കളങ്കരായ ആത്മാർത്ഥത നിറഞ്ഞ അവൻ്റെ ദാസന്മാരെയും തീർച്ചയായിട്ടും സഹായിച്ചിരിക്കും. ഇൻഡീഡ് അല്ലാഹ് ഷാൽ ഓൾവേസ് ഹെൽപ്പ് ഹിസ് പ്രോഫറ്റ്സ് ആൻഡ് ഹിസ് സിൻസിയർ ഡിസൈപ്പിൾസ്. അവരെ സഹായിച്ചിരിക്കും, പ്രവാചകനെയും നിഷ്കളങ്ക അനുചരന്മാരെയും സഹായിച്ചിരിക്കും. ആൻഡ് ഹാൻഡിക്യാപ്പ് ദ ഹിപ്പോക്രൈറ്റ്സ്. അതുപോലെ ഈ കപടവിശ്വാസികളെ ഹാൻഡിക്യാപ്പാക്കും, ശാരീരിക മാനസിക വൈകല്യമുള്ളവരാക്കി തീർക്കുക. അവരുടെ ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയും ഇത് രണ്ടും വീക്ക്നെസ് ആയിരിക്കും. അതുകൊണ്ട് മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞവരായിരിക്കും, ഫിസിക്കൽ ഹെൽത്ത് കുറഞ്ഞവരായിരിക്കും. ഈ മെൻ്റലി ഫിറ്റ്, ഫിസിക്കലി ഫിറ്റ്, ഇത് രണ്ടും ഫിറ്റാണെങ്കിലാണ് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ശരിയായി പ്രവർത്തിക്കുവാനും കഴിയുന്നത്. അപ്പം ബോഡി ഫിറ്റ്, അതിനാണ് നമ്മൾ അല്ലാഹുവേ നീ എനിക്ക് ആരോഗ്യം നൽകണേ, ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവും, ആരോഗ്യമുള്ള ഒരു ആത്മാവുണ്ടാവും, ആരോഗ്യമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നോക്കൂ, ആരോഗ്യമുള്ള തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കാൻ നോക്കൂ. ഇതിന് ഹെൽത്ത് ആവശ്യമാണ്, അനിവാര്യമാണ്. അതല്ല എങ്കിൽ ഇങ്ങനെയുള്ള ഈ മോശ പ്രവർത്തനങ്ങളും വാക്കുകളുമായി ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇരിക്കുന്ന ആളുകളെ അല്ലാഹു തആല ചെയ്യുന്ന എന്താ? ആൻഡ് ഹാൻഡിക്യാപ്പ് ദ ഹിപ്പോക്രൈറ്റ്സ് ഫ്രം എമംഗ് ദ മുസ്ലിംസ്. മുസ്ലിങ്ങളിൽപ്പെട്ട ഈ കപടന്മാരായ ആളുകളെ അല്ലാഹു തആല ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ളവരാക്കി മാറ്റി. ആൻഡ് ദ എനിമീസ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശത്രുക്കളെയും അപ്രകാരം തന്നെ ആക്കുന്നതാണ്. നമുക്ക് തോന്നുന്നതാണ് അവരെന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് പിടിച്ച് അനർഹമായതെല്ലാം സമ്പാദിച്ചു കൂട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഫലവും ചെയ്യാത്ത നിലയിൽ ഈ ഭൂമി ലോകം വിട്ട് പോകേണ്ടി വരും. അത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് എതിരായി ഈ രീതിയിലുള്ള ഹാൻഡിക്യാപ്പ് നൽകിയിരിക്കും. സോ ദാറ്റ് ദേ മേ നോട്ട് ഹാം അല്ലാ. അങ്ങനെ ശാരീരിക മാനസിക വൈകല്യമുള്ള ഈ വൈകൃതത്തിൻ്റെ ആളുകൾ അല്ലാഹു തആലക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തത്തില്ല. ഹിസ് പ്രോഫറ്റ്സ്, അവൻ്റെ പ്രവാചകനും ഒരു ബുദ്ധിമുട്ട് വരുത്തില്ല. ഹിസ് റിലീജൻ, അവൻ്റെ മതത്തിനും ഒരു പോറലേൽപ്പിക്കാൻ പറ്റില്ല. ആൻഡ് സിൻസിയർ സെർവൻസ്, നിഷ്കളങ്കരായ ദാസന്മാർക്കും ഒന്നും വരുത്താൻ പറ്റില്ല. കം വാട്ട് മേ, എന്ത് തന്നെ സംഭവിച്ചാലും ഈ ഭൂമുഖത്ത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ വധിക്കുകയാണെന്നിരിക്കട്ടെ, ആ നിമിഷം
അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. വദ്ഖുലുൽ ജന്നത്ത വജഅൽനാ മിനൽ മുക്രമീൻ. ഈ സ്വർഗത്തിൽ ആരാമത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുക, നിന്നെ ആദരണീയരായ ആളുകളുടെ കൂട്ടത്തിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പുറത്തോട്ട് മാറുകയാണ്. അങ്ങനെ വിശ്വാസമുള്ള ആ കാഴ്ച കാണുന്ന ആളുകൾ ആരെങ്കിലും ഭയപ്പെടുമോ? അല്ലാത്തവർ എല്ലാവരുടെ അടുത്തും ചൊറിഞ്ഞ് നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം ഭയപ്പെടുക, അവൻ്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഭൂമിയിൽ നിങ്ങളിൽ നിന്ന് നന്മ മാത്രം മുളച്ചുകൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും, കായ്ഫലങ്ങൾ തന്നുകൊണ്ടിരിക്കും. അവ മനുഷ്യരും അവൻ്റെ ഇതര സൃഷ്ടിജാലങ്ങളും ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള സത്യാത്മാക്കളുടെ ഒരു വലിയ സംഘത്തെ സൃഷ്ടിക്കുക, അവൻ്റെ ഭൂതലം നിറയെ അത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് നിറയ്ക്കുക. അതിനായിട്ടാണ് അവൻ ഈ ഗൈഡൻസ്, ഈ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിനെ വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നതിന് കാലാകാലങ്ങളിൽ പുതു മനുഷ്യരുടെ മുമ്പിൽ പുതിയ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഖുർആനെ വിശദീകരിക്കുന്നതിന്. അതിന് ചില മണ്ടന്മാർ പറയും ഇനി ആരും വരാനില്ല. ആരും വന്നൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. അല്ലാഹു തആല അവൻ്റെ ഗ്രന്ഥത്തെ അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമുക്ക് സംസാരിക്കാവുന്നതാണ്. ജസാക്കല്ലാഹു ഖൈറൽ ജസാ.